അർജുൻ ആയിങ്കിക്കെതിരെ പിടിമുറുക്കാൻ പോലീസ് ഊന്നുകൽ സിയെ ഭീഷണിപ്പെടുത്തിയ കേസിൽ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തും. കേസിന്റെ ഗൗരവ സ്വഭാവം പരിഗണിച്ചാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. സംഘടിത കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയ കേസിൽ അർജുൻ ആയിങ്കിയുടെ ജാമ്യം റദ്ദാക്കണമെന്ന് പോലീസ് റിപ്പോർട്ട്. സഹിൻ ആന്റണി ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. സഹിൻ, ആദ്യഘട്ടത്തിൽ ഇതൊരു സാധാരണഗതിയിൽ പറയുന്ന ഒരു ഭീഷണി പരാമർശമായി മാത്രം കണ്ട കേസാണ്. പിന്നീട് അത് ആഭ്യന്തരമന്ത്രിയെയും മുഖ്യമന്ത്രിയെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്ന തരത്തിൽ പോയി. സംസ്ഥാനമാകെയുള്ള പോലീസ് ഇരച്ച് പെറുക്കിക്കൊണ്ട് എത്തി അവസാനം ആയെങ്കിൽ പിടികൂടുന്നതിലെത്തി. പക്ഷെ ആ കേസ് കുറച്ചുകൂടി ഗൗരവത്തോടെ കാണാനാണ് പോലീസിന്റെ നീക്കം. തീർച്ചയായിട്ടും രജിഷ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അതായത് ഗുരുതരമായ കുറ്റകൃത്യത്തിൻ്റെ അല്ലെങ്കിൽ കുറ്റകൃത്യമാണ് അർജുൻ ആയിങ്കി ചെയ്തിരിക്കുന്നത് എന്നുള്ള വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം എത്തിച്ചേർന്നിരിക്കുന്നത്. എറണാകുളം റൂറൽ പോലീസ് ഇയാൾക്കെതിരെ ഗുരുതരമായ വകുപ്പുകൾ കൂടി ചുമത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ഭീഷണിപ്പെടുത്തൽ, അസഭ്യം പറയൽ തുടങ്ങിയ നിസ്സാര വകുപ്പുകൾ മാത്രം ചുമത്തി ഇയാൾക്ക് ജാമ്യം ലഭിക്കുന്ന കുറ്റകൃത്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരുന്നത്. എന്നാൽ അത് മാറ്റി പകരം ക്രിമിനൽ ഭീഷണിപ്പെടുത്തൽ മാത്രമല്ല ഗുരുതരമായ കൂടുതൽ വകുപ്പുകളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട്, ജാമ്യമില്ലാ വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇയാളെ അടപടലം പൂട്ടാനുള്ള ഒരു നീക്കത്തിലേക്കാണ് പോലീസ് പോകുന്നത്. എന്തായാലും കണ്ണൂർ പോലീസിന്റെ കേസിന് ശേഷം ഇയാൾ ജാമ്യമെടുത്ത് പുറത്തിറങ്ങിയാൽ ഉടൻ തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കം തന്നെയാണ് എറണാകുളം റൂറൽ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇയാൾക്കെതിരെ 3 കേസുകൾ നിലവിൽ എറണാകുളം റൂറൽ പോലീസിനുണ്ട്. ഒന്ന് കോതമംഗലം സിഐ ഭീഷണിപ്പെടുത്തിയ കേസ്, മറ്റൊന്ന് ഊന്നുകൽ സിഐ ഭീഷണിപ്പെടുത്തിയ കേസ്, കൂടാതെ ആലുവ പോലീസ് എടുത്തിരിക്കുന്ന ഒരു കേസ്, അത് മുഖ്യമന്ത്രിക്കെതിരെ അശ്ലീലം പറഞ്ഞു എന്നുള്ളൊരു കേസ്. അങ്ങനെ 3 കേസുകളാണ്, സൈബർ പോലീസിന്റെ ഉൾപ്പെടെ 3 കേസുകളാണ് ഇയാൾക്കെതിരെ ഉള്ളത്. കൂടാതെ ഏറ്റവും ആദ്യഘട്ടത്തിൽ പോലീസ് എടുത്തിരുന്ന ഒരു കേസുണ്ടായിരുന്നു. അത് കോതമംഗലത്ത് ഇയാൾ സംഘടിത കുറ്റകൃത്യം നടത്തുന്നതിന് വേണ്ടി ഒത്തുചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നുള്ളൊരു കേസ്. അതിൽ ഒരു റിപ്പോർട്ട് പോലീസ് സമർപ്പിക്കുന്നുണ്ട്. ആ റിപ്പോർട്ടിൽ ഇയാളുടെ ജാമ്യം റദ്ദ് ചെയ്യണമെന്നുള്ള ഒരു ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുക. ആ റിപ്പോർട്ട് കോടതി അടുത്ത ദിവസം പരിഗണിക്കുകയും ചെയ്യും. രുചിഷ്, ശരി.